ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലെ പയർ കൃഷിയാണ് കേട്ടോ. ഇത് 3-4 ചുവടേ ഉള്ളൂ, എങ്കിലും നല്ലപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുവാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറച്ച് പയർ പറിച്ചെടുക്കാൻ പോകുവാണ്. ഇതിൽ പിടിക്കുന്ന പയർ ഒത്തിരി നീളം വെക്കുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ, ചെറിയ പയറാണ്. കാണാനും നല്ല ഭംഗിയായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാനായിട്ട്. നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. ഇത്രയോ നീളമേ ഉണ്ടാകത്തുള്ളൂ, ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്തൊരു സാധാ കുഞ്ഞി പയറാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് ഇതിനകത്ത് നടക്കാം. കണ്ടോ, ഇപ്പം മൊത്തം ഇത്രയും ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഞാൻ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുറച്ചെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള കറിക്കുള്ളതാണ് എടുത്തത്. അത് നമ്മൾ ചൂടായ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുഴുവൻ ഇട്ട് കൊടുത്ത ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇത് വെള്ളം ഒഴിക്കാതെയും വേവിക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് എല്ലാ സൈഡിലും പിടിക്കുന്ന പരുവത്തിന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം അത് ഒരു മൂടിയെ വെച്ച് മൂടി നല്ലപോലെ വേവിക്കണം. ആ വെള്ളമെല്ലാം വറ്റി നല്ല ഒത്തിരി വെന്ത് പോകുമല്ലോ. ഇത് ഉടഞ്ഞു പോകുന്ന പയർ, അതുകൊണ്ട് കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഒരു സോസ് പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കണം. ആ എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. ആ കടുക് മൊത്തം പൊട്ടി പാകമാകുമ്പോഴേക്കും വേണം അതിലേക്ക് നമ്മൾ വലിയ സവോള അരിഞ്ഞതും ഒരു തണ്ട് വേപ്പില ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് പാകമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം പയറിന് ചേർത്ത ഉപ്പ് ഇതിനും കൂടെ പാകമായിരിക്കും. അങ്ങനെ അത് ഇളക്കി അതൊരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഇളക്കാം. അതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് മുളക് പൊടിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ പയർ കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തുനിന്നും എത്തുന്ന പരുവത്തിന് ഇളക്കി കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക.